വെൽക്കം ടു അവർ ചാനൽ ക്രേസി കുക്ക് വ്ളോഗ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ വാമിയുടെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് ബോളി ട്രിവാൻഡ്രത്തിൽ സ്വന്തം ബോളി ഉണ്ടാക്കാൻ പോവാണ്. നമുക്കിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ധാരാളം ബോളീസ് അവൈലബിൾ ആണ്. പക്ഷെ എന്നാലും ഹോം മെയ്ഡ് ആയിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അല്ലേ? ഹൈ 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 ഹൈ. ബോളി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് കടലപ്പരിപ്പ് എടുക്കുന്നുണ്ട്. ഈ കടലപ്പരിപ്പ് നല്ലോണം വാഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കുക്കറിൽ 1 കപ്പ് കടലപ്പരിപ്പിന് 1.5 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ 1 വിസിൽ വേണം ആദ്യം ചെയ്യാനായിട്ട്. അപ്പോൾ ആ പരിപ്പ് അവിടെ നിന്ന് വേവട്ടെ. അടുത്ത് നമ്മൾക്ക് അതിന് പുറത്തൊന്ന് കവർ ചെയ്തെടുക്കുന്ന ഡവ് തയ്യാറാക്കാനുണ്ട്. അതിനുവേണ്ടി ഞാൻ മൈദ എടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ല, അതുപോലെയാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൈദ എന്ന് പറയുന്ന സാധനം ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ആവണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലെണ്ണയിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുക്കറിൽ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഞാൻ ആ പരിപ്പൊന്ന് വേവുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് പൊടിയുന്ന പരുവത്തിലായി. ഇതുപോലെ ഇനി 1 വിസിലൂടെ വെക്കണം. മാമിയുടെ ബോർഡിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് ലവ് ലാപ്പിൻ്റെ സൂപ്പർ സിപ്പറാണ് കേട്ടോ. ഇത് 1 ടച്ച് ബട്ടണോട് കൂടിയാണ് വരുന്നത്. നല്ല സൂപ്പർ ക്യൂട്ട് ഹാൻഡിലുണ്ട്. പിന്നെ അതിൻ്റെ ഡിസൈൻ ഉണ്ടോ, നല്ല ക്യൂട്ടായിട്ടില്ലേ, ഒരു ബീയുടെ ഷേപ്പാണ് കേട്ടോ. ഇതുപോലെ 1 ടച്ച് ബട്ടണിൽ തന്നെ നമ്മുടെ സ്ട്രോ പോപ്പ് ചെയ്യും. 550 ml കപ്പാസിറ്റിയുള്ള ഈ ഒരു സൂപ്പർ സിപ്പർ 6 months മുതൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് BPA ഫ്രീ ആണ്. മാത്രമല്ല എൻ്റെ ബോഡി ഫുൾ സ്റ്റീൽ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻറ്റി ഡ്രിപ്പ് ക്ലോഷർ സിസ്റ്റമാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് കണ്ടാൽ 550 ml എന്ന് പറയത്തില്ല, ഇതിൻ്റെ കപ്പാസിറ്റി 550 ml ആണ് കേട്ടോ. അകത്തുണ്ട് നല്ല സ്റ്റീൽ ബോഡിയാണ്. BPA ഫ്രീ ആണ്. അത് കുട്ടികൾക്ക് സേഫ് ആണ്. പിന്നെ കുട്ടികൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു റിമൂവബിൾ സൈഡ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് റിമൂവ് ചെയ്ത് വാഷ് ചെയ്തൊക്കെ വെക്കാം. അപ്പോൾ ഇത് വെന്ത് കിട്ടിയ പരിപ്പ് ഞാനിങ്ങനെ ഡ്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പൾസിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ പഞ്ചസാരയും കുറച്ച് ഏലക്കയും പൊടിച്ചെടുക്കുക. അടുത്തൊരു പാനിൽ നെയ്യിട്ടിട്ട് ഈ കടലമാവും അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് ജസ്റ്റ് ഒന്ന് യോജിപ്പിക്കുക നല്ലോണം കുറച്ച് നമ്മൾക്ക് വഴറ്റുമ്പോഴത്തേക്കും ആ ഒരു ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കുന്ന പരുവത്തിലായി കിട്ടും. അപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ബോൾസ് പോലെ ആക്കിയെടുക്കാമല്ല. നല്ലെണ്ണയിൽ മുക്കി വെച്ച ആ ഒരു ഡവാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നല്ല സ്ട്രെച്ചി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഈ ബോളിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉരുളകളൊക്കെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. നമ്മളിത് പരത്തുമ്പോഴത്തേക്കും അരിപ്പൊടി ഇട്ടാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. വേറെ മൈദമാവോ ഗോതമാവോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അരിപ്പൊടി ഇട്ടാണ് കേട്ടോ നമ്മളിത് പരത്തിയെടുക്കുന്നത്. പരത്തുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നല്ലോണം ഇരുത്തി അങ്ങോട്ട് പരത്തരുത്. ബിക്കോസ് ഇത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. എന്നിട്ട് ഒരു പാനിൽ നമ്മൾക്കിതൊന്ന് ജസ്റ്റ് ചപ്പാത്തിയൊക്കെ മുറിച്ചെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കാം.
അടിപൊളി റെസിപ്പി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത്. ബൈ.